ഹലോ, വില്ലേജ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടുവിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം തികയാണ്. ഞങ്ങളുടെ ലൈഫിൽ നല്ലൊരു ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണേ. ഭയങ്കര തണുപ്പാണ് കേട്ടോ. വീഡിയോയിൽ ശരിക്കും മനസ്സിലാവുണ്ടാവില്ല, എന്നാലും നല്ല മഞ്ഞ് വീഴുന്നുണ്ടേ. രാവിലെ ഭയങ്കര തണുപ്പും മഞ്ഞൊക്കെ ആയതുകൊണ്ട് മടിച്ചാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞത്. പിന്നെ അത് പുഴയുടെ സൈഡല്ലേ, അപ്പോൾ രാവിലെയൊക്കെ ഭയങ്കര മഞ്ഞാണേ. എങ്ങനെയൊക്കെയാണ് അമ്പലം വരെ ഒന്ന് എത്തിയത് തന്നെ. ബൈക്കിലിരുന്നിട്ടും കിടുകിടാന്ന് ഇറക്കിയിരുന്നു. അമ്പലത്തിലെത്തിയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചേ, എന്നും ഈ ശാന്തി സമാധാനം ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു കേട്ടോ. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ആഘോഷമൊന്നും ഉണ്ടായില്ല. ചെറുതായിട്ടൊന്ന് കേക്ക് മുറിക്കുക, പിന്നെ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചത്. മൈ ഓൺ പ്രിപ്പറേഷനാണ് കേട്ടോ. എനിക്ക് എൻ്റെ കസിൻ ചേച്ചി ദിവ്യ ചേച്ചി പറഞ്ഞു തന്നതാണേ. അതേപോലെയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊക്കി പറയല്ല, സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം ആരും ഉണ്ടായില്ല. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയനും പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയും അത്രേ പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും 2 അമ്മമാരും കൂടി അടുക്കളപ്പണി തകൃതിയായിട്ട് നടത്തുമ്പോൾ അനിയനും അഖിലേട്ടനും കൂടെ വേറെ പണിയിലാണ് കേട്ടോ. വേറൊന്നുമല്ല, ചെറിയൊരു ഡെക്കറേഷൻ പരിപാടി. വീർപ്പിച്ച ബലൂണിൽ പകുതി 2 കൂടെ പൊട്ടിച്ചു കേട്ടോ. അതിലും വലിയ അബദ്ധം എന്താ വെച്ചാൽ ബലൂണിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പ്രിൻറ്റും. പിന്നെ എന്നെ കല്യാണം കഴിച്ചാലും വലിയ അബദ്ധമൊന്നും അഖിലേട്ടന് പറ്റാനില്ല എന്ന് പറഞ്ഞ് കണ്ണൻ അത് നൈസായിട്ട് ഒഴിവാക്കി കേട്ടോ. കണ്ണൻ എൻ്റെ അനിയനാണേ. ഏകദേശം വൈകുന്നേരം ആവാനായപ്പോഴാണ് കേട്ടോ കേക്ക് മുറിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് റിസപ്ഷന് കേക്ക് മുറിച്ചതും കൊടുത്തതും ഒക്കെയാണ് അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത്. അന്ന് ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ സാക്ഷിയായിട്ടാണെങ്കിൽ ഇന്ന് അത്രയും പ്രിയപ്പെട്ടവർ മാത്രമാണ് കേട്ടോ ഒപ്പമുള്ളത്. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് വാങ്ങിയത്. മൈ ഓൾ ടൈം ഫേവറേറ്റ് കേക്കാണ് കേട്ടോ. അഖിലേട്ടൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തു നിന്നാണ് വാങ്ങിയത്. അവരുടെ അടിപൊളി കേക്കാണ് കേട്ടോ. പരസ്പരം പങ്കുവെച്ചും ബാക്കിയുള്ളവർക്ക് കൊടുത്തും ഒക്കെ ഞങ്ങളുടെ ആനിവേഴ്സറി ചെറുതായിട്ടാണെങ്കിലും ഒന്ന് കളറാക്കി എടുത്തു ഞങ്ങൾ. കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ. അച്ഛന്മാർ 2 ഷുഗറുകാരാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട പരിപാടിയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അതിനു മുൻപ് ഇതാണ് എൻ്റെ 1 ആൻഡ് ഓൺലി അനിയൻ. എറണാകുളത്ത് കടന്ന അവനെ ആനിവേഴ്സറിക്ക് വന്നിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ മിണ്ടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വരുത്തിയതാണേ. ഹാപ്പി ആനിവേഴ്സറി. ഞാൻ അഖിലേട്ടനായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ വാങ്ങിയത്. അതായത് ഞങ്ങളുടെ 1 ഇയറിലെ ഇമ്പോർട്ടൻറ്റ് ഫോട്ടോസൊക്കെ പാടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം. ആദ്യം ഒരൊറ്റ ഫോട്ടോ മാത്രം വലുതായിട്ട് ഫ്രെയിം ചെയ്യുക എന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ കരുതി ഇങ്ങനെ ആക്കാമെന്ന്. അഖിലേട്ടനും ഫോട്ടോ ഫ്രെയിം കണ്ടപ്പോൾ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ മാത്രമാണെന്നാണ് വിചാരിച്ചത്. പുള്ളി ശരിക്കും സർപ്രൈസ് ആയിപ്പോയി അത് കണ്ടപ്പോൾ. ഞാനും ഹാപ്പി ആയിട്ടോ. അഖിലേട്ടന് എനിക്കായിട്ട് ഒരു ഫേസ് മസാജറും പിന്നെ കാഡ്ബറീൻ്റെ സെലിബ്രേഷൻ പാക്ക് മിഠായിയാണ് കേട്ടോ വാങ്ങിത്തന്നത്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ഫേസ് മസാജറിൻ്റെ ആഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേ വിചാരിക്കണമെന്ന് വാങ്ങി ഉപയോഗിക്കണമെന്ന്. അതെന്തായാലും ഇങ്ങനെ കിട്ടി, സന്തോഷം. ഈ ഫോട്ടോ ഫ്രെയിം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷംല എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ ഗിഫ്റ്റായിട്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നേ. 2 അച്ഛന്മാരും എൻ്റെ അനിയനും അമ്മയൊക്കെ നേരത്തെ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 ആളും കഴിക്കാനായിട്ട് ഇരിക്കുകയാണേ. എൻ്റെ അനിയനാണേ വീഡിയോ എടുക്കണത്. അവനിടയ്ക്ക് ക്യാമറയിലേക്ക് നോക്ക് ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് ഈ വർഷത്തെ ഞങ്ങളുടെ ആനിവേഴ്സറി ഗംഭീരമാക്കിയിട്ടോ. ഫുഡും കൂടി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. അമ്മ അച്ഛനൊക്കെ വീട്ടിലേക്ക് തന്നെ പോവും. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മറ്റൊന്നും നോക്കാതെ കഴിക്കുകയാണ് കേട്ടോ. അതിന് ഇവർ ഓരോ കൗണ്ടറൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുമാത്രമല്ല വേറെയും വീഡിയോകൾ ചാനലുണ്ട്, അതും കൂടെ കണ്ടു നോക്കണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.